സ്വാഗതം അനുപ് ആന്റണി ജി. ഞാൻ പറഞ്ഞതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാമം ദാനം ഭേദം ദണ്ഡം എന്നൊക്കെയാണ് പറയുന്നത്. സാമത്തിൻ്റെയും ദാനത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ചർച്ചയുടെയും നയതന്ത്രത്തിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഒരൊറ്റ ചോദ്യമാണ്, ഇത് അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ അനൂപ് ജി? നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, പാകിസ്ഥാന്റെ നട്ടൽ ഒടിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ ഒരു പ്രയോഗം, ഇതിനെ വളരെയധികം ഗൗരവപരമായി, ഇതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ അനുഭവത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു സ്കോളർ എന്ന രീതിയിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്നാണെങ്കിൽ, അതും മനസ്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, നമ്മൾ ആ രാജധർമ്മത്തിൻ്റെ പാതയിൽ തന്നെയാണ്. എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പോവുക എന്ന് നരേന്ദ്രമോദിജിയുടെ ഈ ഒരൊറ്റ പ്രയോഗത്തിൽ കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നട്ടലൊടിക്കുക എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം, നമുക്കറിയാം, നമ്മളൊരു ടെറർ സ്റ്റേറ്റ് എന്നാണ് പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും നാളും ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം, അത് മാത്രം കൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെയും നമ്മൾ ഒരു ലിമിറ്റ് കടക്കാതിരുന്നത്. നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, സംസ്കാരം, അത് ആരെയും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമല്ല. പക്ഷെ മറിച്ച് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഭാരതം തക്കതായ മറുപടി കൊടുത്തിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഭാരതം ശാന്തമായി മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വന്ന് എന്തും ചെയ്യാമെന്ന് പാകിസ്ഥാന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ പെഹൽഗാമിൽ നടന്നിരിക്കുന്ന ദുഃഖകരമായ ഈ സംഭവത്തിൽ വളരെ കൃത്യമായി തന്നെ ഭാരതത്തിന് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടലൊടിക്കുന്ന ഒരു നിലപാടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിക്കൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള വലിയൊരു നടപടി നമ്മൾ എടുത്തു. സൈനിക കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു 70-75% കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. അതിൻ്റെ ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ കൂട്ട് അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഇൻഡസ്, സിന്ധു നദി, അതിൻ്റെ ഒരു ശൃംഖലയെ മാത്രം ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. സത്ലജ് ഉൾപ്പെടെ, രാവി ഉൾപ്പെടെ, ബ്യാസ് ഉൾപ്പെടെ ഈ നദികളെല്ലാം, ജലം ഉൾപ്പെടെ ഈ നദികളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് ഭാരതത്തിന് പാകിസ്ഥാന്റെ ആ ഒരു ഇതിനെ തന്നെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ കഴുത്ത് നമ്മൾ മുറുക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ഇത്. പക്ഷെ ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പലതും സംഭവിക്കാം. അതെല്ലാം ഈ ചാനലിൽ കൂടി എനിക്ക് പറയാൻ സാധിക്കില്ല. പറയേണ്ടവർ കൃത്യസമയത്ത് ചെയ്ത് കാണിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഇവിടെ ഭാരതത്തിലാണെങ്കിൽ പോലും വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ പലരും ഇന്ന് പല ചർച്ചകളിലും പറയുന്നത് ഞാൻ കണ്ടു. അതായത്, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇന്ത്യയുടെ കയ്യിലും ആണവായുധമുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും ഒപ്പത്തിനൊപ്പം, അതുകൊണ്ട് നമ്മൾക്ക് അവരെ നേരിടാനാകുമോ? ആദ്യമേ വേണ്ടത് നമുക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. ഭാരതം എവിടെയാണ് നിൽക്കുന്നത്, പാകിസ്ഥാൻ എവിടെയാണ് നിൽക്കുന്നത്? ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പാകിസ്ഥാന്റെ എക്കണോമിക് സ്ഥിതി ഇന്ന് എന്താണ്? ഭാരതം 4ാമത്തെ ലോക ശക്തിയാണ് സാമ്പത്തിക കാര്യത്തിൽ. പാകിസ്ഥാൻ പട്ടിണിയിൽ കഴിയുന്ന ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ചൈനയോ അമേരിക്കയോ സഹായിക്കണം. ആ ഒരു സ്ഥിതിയിൽ കഴിയുന്ന ഒരു രാഷ്ട്രം, ഒന്ന്. 2, സൈനിക ശക്തിയിൽ പാകിസ്ഥാൻ 2 വർഷം മുമ്പ് വരെ 9ാം സ്ഥാനത്തായിരുന്നു ലോകത്തിന്റെ സൈനിക ശക്തിയിൽ. ഇന്ന് പാകിസ്ഥാൻ അതിൽ നിന്ന് 12ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതേസമയം ഭാരതം 4ാം സ്ഥാനത്താണ്. ലോകത്തിലെ സൈനിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ് ഭാരതം നിൽക്കുന്നത്. നമ്മുടെ സേനയുടെ ശക്തി പാകിസ്ഥാന്റെ ഡബിളാണ്, ഇരട്ടിയിലധികമാണ് നമ്മുടെ ഭാരതത്തിന്റെ ശക്തി. ഭാരതത്തിന്റെ ഒരു വർഷത്തെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ്. അതേസമയം പാകിസ്ഥാന്റെ എടുത്തു കഴിഞ്ഞാൽ വെറും 80,000 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് പോലും 8 ഇരട്ടിയാണ് പാകിസ്ഥാനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തിനെയാണ് ഇങ്ങനെ ഭയക്കുന്നത്? അതുകൊണ്ട് ഭയക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ആരെങ്കിലും ഭാരതത്തിൽ പാകിസ്ഥാനെ ഭയക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും പാകിസ്ഥാൻ സിമ്പത്തൈസേഴ്സ് ആണ്. ഇന്ന് ഞാനൊരു TV ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാകിസ്ഥാനിലൊരു TV ഡിബേറ്റ് ആയിരുന്നു.
പാകിസ്ഥാനിലെ TV ഡിബേറ്റിൽ അവർ പറയുകയാണ് നമ്മൾ എന്തിനു ഭയക്കണം, കാരണം ഭാരതത്തിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ സിമ്പത്തൈസേഴ്സ്. അവർ ഓരോരോ പേരെടുത്താണ് പറയുന്നത്. നമുക്ക് വേണ്ടി അവിടെ രാഹുൽ ഗാന്ധി ഇല്ലേ, നമുക്ക് വേണ്ടി അവിടെ CPM ഇല്ലേ, നമുക്ക് വേണ്ടി അരുന്ധതി റോയ് ഇല്ലേ, നമുക്ക് വേണ്ടി മമതാ ബാനർജി ഇല്ലേ, എണ്ണി എണ്ണി പറയുകയാണ്. ഇവരെല്ലാം അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഭാരതത്തെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തെ ജനങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഫ്ലോറിൽ, ഭാരതത്തിന്റെ കയ്യിലുള്ള ശക്തി, ഭാരതത്തിന്റെ ഉള്ളിലുള്ള ശക്തി, അത് ഇതുവരെയും പാകിസ്ഥാൻ കണ്ടിട്ടില്ല. ആ യഥാർത്ഥമായ ശക്തി ഭാരതം ഈ വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനെ കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ നടപടി ആയിക്കൊള്ളട്ടെ, മറ്റു നടപടികളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു ട്രെയിലർ മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. പിക്ചർ അഭി ബാക്കി ഹൈ എന്നാണ് അനൂപ് ജി പറയുന്നത്.